ഈ രാജാവ് അവന് ഇഷ്ടപ്പെട്ട പോലത്തെ റാണിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഗോൾഡ് വെച്ചിട്ട് ഒരു പെർഫെക്റ്റ് സ്ത്രീ ശരീരത്തിന്റെ മോഡൽ ഉണ്ടാക്കാണ്. ഇതിലാണെങ്കിലും 150 മണികൾ തൂങ്ങിക്കിടപ്പുണ്ട്. രാജകുമാരി മോഡലിലൂടെ നടക്കുന്ന ടൈമിൽ ആ ബെല്ലെങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ രാജകുമാരി കോമ്പറ്റീഷനിൽ നിന്ന് പുറത്താവും. ഈ മോഡലിൽ കൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഈ 3 രാജകുമാരിമാരും അവരുടെ മേത്തുള്ള അനാവശ്യ സാധനങ്ങളെ കഴിച്ചു മാറ്റും. രാജാവ് നോക്കുമ്പോൾ ഇവരെ 3 പേരെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവരാണെങ്കിൽ ഈസി ആയിട്ട് ആ മോഡലിൽ കൂടെ നടക്കുകയും ചെയ്യും. പക്ഷെ രാജാവിന്റെ റാണി ആവണത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. രാജാവ് അത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ കൊണ്ടു വെപ്പിക്കും. ആ ടേബിളിൽ 3 വൈൻ ഗ്ലാസ് ഇരിപ്പുണ്ട്. രാജകുമാരിമാർ 3 പേര് ഇത് കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാണ്. അപ്പൊ തന്നെ രാജാവ് ഇതിലൊരു ഗ്ലാസ്സിൽ വിഷമുണ്ട്, അത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ മരിക്കും എന്ന് പറയും. എന്നിട്ട് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് 3 ജയിൽപ്പുള്ളികളെ വിളിച്ച് ആ വൈൻ കുടിപ്പിക്കും. ഇത് കുടിച്ചുടനെ തന്നെ അതിലൊരു ജയിൽപ്പുള്ളി ശ്വാസം മുട്ടി അവിടെ തന്നെ മരിച്ചു വീഴും. ഇത് കണ്ടിട്ട് 2 രാജകുമാരിമാർ പേടിക്കാണ്. ഈ രാജാവ് എന്നിട്ട് ജയിൽപ്പുള്ളികളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് പുതിയ 3 ഗ്ലാസ് കൊണ്ടു വെപ്പിക്കും. ഏത് ഗ്ലാസ്സിലാ വിഷമുള്ളതെന്ന് രാജകുമാരിമാർ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കണ്ണ് കെട്ടിയിട്ട് അതിലേക്ക് വൈൻ ഒഴിച്ചിട്ട് ഗ്ലാസ് തിരിച്ചും മറിച്ചും വെക്കാണ്. എന്നിട്ട് ഈ രാജകുമാരിമാരുടെ കണ്ണിന്റെ കെട്ടഴിച്ചിട്ട് അതിലേതെങ്കിലും ഗ്ലാസ് ജ്യൂസ് ചെയ്തിട്ട് വൈൻ കുടിക്കാൻ പറയും. ഇത് കേട്ട ഉടനെ തന്നെ അതിലൊരു രാജകുമാരി വന്നിട്ട് അവൾക്ക് അവളുടെ ജീവനാണ് വലുത്, റാണി ആവുന്നതല്ലാന്നും പറഞ്ഞുകൊണ്ട് മത്സരത്തിൽ നിന്ന് പിന്മാറും. രാജാവ് ഇവള് പറഞ്ഞതിനോട് ഓക്കെ പറഞ്ഞിട്ട് ബാക്കി 2 രാജകുമാരിമാരോട് പിന്മാറാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. ഈ 2 രാജകുമാരിമാർ ഇപ്പൊ പിന്മാറി കഴിഞ്ഞാൽ റാണിയാവാൻ പറ്റില്ല എന്ന് ആലോചിച്ചിട്ട് കോമ്പറ്റീഷനിൽ നിന്ന് പിന്മാറണില്ല. എന്നിട്ട് അതിലൊരു രാജകുമാരി മുന്നോട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കും. അവൾക്കാണെങ്കിൽ അത് കുടിച്ചിട്ട് ഒന്നും പറ്റണില്ല. അവള് കുടിച്ചത് വിഷമില്ലാത്ത വൈനായിരുന്നു. മറ്റേ രാജകുമാരിയാണെങ്കിൽ നല്ല രീതിയിൽ പേടിച്ചുണ്ട്. ഇവള് കുറെ നേരം ആലോചിച്ചിട്ട് ഒരു ഗ്ലാസ് ചൂസ് ചെയ്യും. ഇവൾ എന്നിട്ട് അത് കുടിക്കാൻ വേണ്ടിയിട്ട് വായിന്റെ അടുത്ത് വരെ കൊണ്ടുവന്നിട്ട് പേടിച്ച് പിന്മാറാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ അടുത്ത് നിന്ന രാജകുമാരി അവളുടെ ആ ഗ്ലാസ് വൈനെടുത്ത് കുടിക്കും. എല്ലാവരും ഇവക്ക് വട്ടായതാന്ന് വിചാരിക്കാണ്. പക്ഷെ ഇവൾ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് 3ാമത്തെ ഗ്ലാസ് വൈനും എടുത്ത് കുടിക്കാണ്. അത്ഭുതം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഗ്ലാസ് കുടിച്ചിട്ട് ഈ രാജകുമാരിക്ക് ഒന്നും പറ്റണില്ല. സത്യത്തിൽ രാജാവ് വൈനിൽ വിഷം കലക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നല്ലൊരു റാണീനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണമായിരുന്നു. ഈ രാജകുമാരിയുടെ സൗന്ദര്യത്തിലും ആത്മവിശ്വാസത്തിലും ഇംപ്രസ് ആയിട്ട് രാജാവ് അവളെ തന്നെ റാണിയായിട്ട് ചൂസ് ചെയ്യും.